സാറിനെ കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയുന്നു, എൻ്റെ മുന്നിലുള്ളത് ഗായത്രി അശോക്, മലയാള സിനിമയിലെ ഒരു നീണ്ട കാലം പരസ്യകല ചെയ്തിരുന്ന, നിങ്ങൾ ടൈറ്റിൽ കാർഡ് കണ്ടിട്ടുള്ള പേരാണ് ഗായത്രി. ആ പേരിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിത്വം ഗായത്രി അശോക്. യുവതലമുറയ്ക്ക് വേണ്ടി ഇത്രയും നമ്മൾ പറയേണ്ടി വരും. സർ, ഞാൻ ഇന്ന് സാറുമായി സംസാരിക്കാനിരിക്കുന്ന വിഷയം സിബി മലയിൽ എന്ന സംവിധായകനെ കുറിച്ചാണ്. സിബി മലയിൽ മലയാള സിനിമയിലേക്ക് വന്നിട്ട് ഏതാണ്ട് 40 വർഷമാകും അല്ലേ? അറ്റ് ദ റേറ്റ് ഓഫ് 40 എന്ന് പറഞ്ഞാണ് ഇന്ന് മാതൃഭൂമിയിൽ ഒരു ലേഖനം വന്നിട്ടുള്ളത്. സിബി മലയിലിനോടൊപ്പം കുറച്ചധികം ചിത്രങ്ങളെങ്കിലും താങ്കളുടെ മേഖലയിലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സിബി മലയിലിനെ ഓർക്കുമ്പോൾ എന്താ പറയുന്നത്? ഓർക്കുമ്പോൾ എന്നാൽ സിബി മലയിൽ എന്ന സംവിധായകനെ കുറിച്ച്. സിബി മലയില് ആദ്യ ചിത്രം മുത്താരംകുന്ന് പിയ്യോ. അതെ, അതിന്റെ പരസ്യങ്ങൾ ഡിസൈൻ ചെയ്ത ഞാനാണ്. പിന്നെ സിബി മലയിൽ എനിക്ക് തോന്നുന്നു ആകെ ചെയ്തിരിക്കുന്ന 47 സിനിമകളാണ്. ഈ 47 സിനിമയിലെ 40 സിനിമയുടെ പരസ്യം ഡിസൈൻ ചെയ്യാനുള്ള അവസരം കിട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ ഓരോ പടത്തിൻ്റെ പരസ്യം ചെയ്യുന്നതിന് മുമ്പ് ഡയറക്ടറുമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആയിട്ട് ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതൽ സിബിയുടെ പടം ആകുമ്പോൾ കൂടുതൽ സിബി ആയിട്ടായിരിക്കും അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ 10-20 പടങ്ങളുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്തും അല്ലാതെയും പിന്നെ ഇതിൻ്റെ വിജയാഘോഷങ്ങൾ നടക്കുമ്പോൾ ഒക്കെ സിബി ആയിട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സിബി ഞാനുമായിട്ട് വളരെ അടുത്ത, വളരെ നല്ലൊരു സൗഹൃദം. 20 പടം എന്ന് പറഞ്ഞാൽ 47 20 പടം ചെയ്യാൻ പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇതിൽ വിജയിച്ച പടങ്ങളും പരാജയപ്പെട്ട പടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വിജയിക്കുന്ന പടങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് അതൊരു ആഹ്ലാദം ആണല്ലോ. അതെപ്പോഴും അങ്ങനെയാണല്ലോ, വിജയിക്കുന്നതിനാണല്ലോ ആഹ്ലാദം. ഭയങ്കര ഒറ്റപ്പെടുകയും ചെയ്യും. വൻ സാമ്പത്തിക വിജയം നേടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, ഒരു സന്തോഷം. അതുപോലെ പടങ്ങൾ മുടക്കുമുതൽ നോക്കണം. അത് വെച്ച് നോക്കുമ്പോൾ പടങ്ങൾ പരാജയപ്പെടുമ്പോഴുള്ള ഒരു വിഷമം, ഇത് രണ്ടും അത് അടുപ്പമുള്ളവരോട് ഷെയർ ചെയ്യും. അപ്പൊ ഇതൊക്കെ അനുഭവിക്കാനുള്ള. പിന്നെ പല പടങ്ങൾക്കും ഇപ്പൊ ആദ്യത്തെ പടം വരുന്ന സമയത്ത്, മുത്താരംകുന്ന് വരുന്ന സമയത്ത് സിബി എന്ന് പറഞ്ഞ് ഇരിക്കാൻ പോലും സിബിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പടത്തിന്റെ ആദ്യത്തെ പടമാണ്. ഇത് വിജയിക്കുവോ ഇല്ലയോ, വിധി എഴുതപ്പെടുന്നതല്ലേ. വിധി എഴുതാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു ടെൻഷൻ. പക്ഷേ കഥയൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സിബിയുടെ പൊതുവെ ഒരു ഗൗരവ പ്രകൃതക്കാരനായിട്ടാണ് അന്ന് തുടങ്ങി തന്നെ. വളരെ ചെറുപ്പത്തിൽ, എത്രയോ കൊല്ലം മുമ്പ്, ഈ 85 കിലോമീറ്റർ പടം വരുന്നത്. ആ സമയത്ത് തുടങ്ങി. സിബി യുവാവാണല്ലോ, നല്ലൊരു യുവാവാണ്. ആ സമയത്ത് നല്ല ചെറുപ്പക്കാരനാണ്. ആ സമയത്ത് തന്നെ ഒരു ഗൗരവ പ്രകൃതിയാണ്. പക്ഷേ ഈ ഗൗരവ പ്രകൃതിയുടെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ ഒളിച്ചു വെക്കുന്ന ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിന് സർഗാത്മകതയുണ്ടല്ലോ. സർഗാത്മകത അത് ഗംഭീരമാണ്. ഈ സർഗാത്മകത, ഞാൻ ഈ ഹ്യൂമർ സെൻസിന്റെ കാര്യം, മുത്താരംകുന്ന് പിയ്യോയിൽ പൊട്ടിച്ചിരിക്കുന്ന ഒത്തിരി ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ തലമുറ ഈ മുത്താരംകുന്നിന്റെ ഓരോ സീനും എടുത്തിട്ട് അത് ട്രോൾ ചെയ്യുക, അത് ട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ടായി. അതിൽ പിന്നെ ഈ പ്രേമലേഖനം അയക്കുന്നുണ്ടൊക്കെ ചേട്ടന്റെ കുത്ത് കിണ്ടി പറഞ്ഞിട്ട് ഉള്ള അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സീനുകൾ. ശ്രീനിവാസനല്ലേ സാർ അതിന്റെ സ്ക്രിപ്റ്റ്? കഥ ജഗദീഷിന്റെ സ്ക്രിപ്റ്റ്, തിരക്കഥാ സംഭാഷണം ശ്രീനിവാസനാണ്. വളരെ രസമുള്ളൊരു പടമായിരുന്നു. നല്ല സാമ്പത്തിക വിജയം നേടുകയും ചെയ്തു. അത് വരുന്ന സമയത്ത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നത്, ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ഗുസ്തി മത്സരം വേണം. അതെ. അപ്പൊ ഈ ഗുസ്തി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുസ്തി താരം, പറയുമ്പോൾ തന്നെ ചിരി വരുന്ന ഒരു ഗുസ്തി താരം തന്നെ വരണം. അപ്പൊ അതിന് പ്ലാൻ ചെയ്തിരിക്കുന്ന താരാസിംഗിനെയാണ്. താരാസിംഗ് എന്ന് പറഞ്ഞാൽ വേൾഡ് ചാമ്പ്യൻ ഒക്കെ ആയിട്ട്, കിങ് കോങ് താരാസിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ വായിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അത്ര വലിയ ഗുസ്തി അദ്ദേഹം ഒത്തിരി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദി സിനിമയിലൊക്കെ ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കിട്ടുമോ? ഇതൊരു ചെറിയ മലയാള പടമാണ്. എമ്മണിയാണ് നിർമ്മാണം അല്ലെ സാർ? എമ്മണിയാണ് നിർമ്മാണം അല്ലെ? അല്ലല്ല, അതിന്റെ നിർമ്മാണം വേറെ മാധവാരെന്നുള്ള കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. വിതരണം ജൂബിലിയായിരുന്നു. അപ്പൊ ഈ താരാസിംഗിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് താരാസിംഗിനെ കൊണ്ടിരുന്നു. അപ്പൊ ഈ താരാസിംഗ് മലയാളത്തിൽ അഭിനയിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്ന തന്നെ, അതിന്റെ താരാസിംഗ് വന്നിട്ട് മുകേഷിനുമായിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്? മുകേഷിനൊന്നും ചെയ്യാനില്ല. അപ്പൊ ആ ക്ലൈമാക്സ് വളരെ രസകരമായിട്ട് അതെ, നെടുകുടി വീണു ഗംഭീരമായിട്ട് നാടൻ വേഷം.
നാടൻ വേഷമാണ് പുള്ളി, പഴയ ഒരു കുസ്തിക്കാരനാണ് പുള്ളിയുടെ ഇത് ഭംഗിയായിട്ട് അന്ന് നെടുമുടിക്ക് ഒരു 35 വയസ്സൊക്കെ വരുള്ളൂ. ചെയ്ത കഥാപാത്രത്തിന് 60 വയസ്സ് കഴിഞ്ഞൊരു കഥാപാത്രം. 35 ഇല്ല നെടുമുടിക്ക്, അന്ന് 35 വയസ്സ് കാണില്ല. ചെയ്ത കഥാപാത്രത്തിന് 60 കഴിഞ്ഞ കഥാപാത്രം, 60 വയസ്സ് കഴിഞ്ഞൊരു വയസ്സനാണ്. ഒരു കാലിന് സ്വാധീനക്കുറവ്, അത് ഏതോ കുസ്തിയിൽ ഏതോ മല്ലൻ ഏതോ ഫയൽമാൻ ഒട്ടിച്ചു വിട്ട അതിന്റെ ഒരു ശരിയാണ്. ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത് സിബിയുടെ ഞാൻ കണ്ട വളരെ, അത് പിന്നീടും പല പടങ്ങളിലെ ഹിഡൻ ആയിട്ടും അല്ലാതെ ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ആ സെൻസ് ഓഫ് ഹ്യൂമർ പുള്ളി വെളിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പല പടത്തിന്റെ ഡിസ്കഷന്റെ സമയത്തൊക്കെ ഞങ്ങളിപ്പോൾ തനിയാവർത്തനം എന്ന് പറയുന്ന പടം വരുമ്പോൾ സിബി കഴിവ് തെളിയിച്ചു, കുറച്ച് പടങ്ങൾ വന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന പടമാണ് ഈ തനിയാവർത്തനം. അപ്പൊ അതില് സിബി പുതിയ ഒരു റൈറ്ററെ കൊണ്ടുവന്നു. അത് ലോഹിതദാസ്. ഈ ലോഹിതദാസിനെ ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് സിബിക്കും ടെൻഷനുണ്ട്. ലോഹിതദാസ് നാടകത്തെ കഴിവ് തെളിയിച്ചിരിക്കുന്ന ആളാണ്, നാടകങ്ങൾ എഴുതിയ ആളാണ്, എഴുതി നന്നായിട്ട് ഓടിയ നാടകങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആളാണെങ്കിലും സിബിക്ക് ഒരു ചെറിയ ടെൻഷനുണ്ട്. ഈ സബ്ജക്റ്റ് എങ്ങനെ, അത് കൊമേഴ്സ്യൽ എന്ന് പറയാൻ പറ്റുന്ന, അതായത് കച്ചവട സാധ്യത കുറഞ്ഞൊരു സബ്ജക്റ്റാണ്. അപ്പൊ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ സബ്ജക്റ്റ് ഒന്ന് കേട്ട് നോക്കുക, എങ്ങനെയുണ്ട് ഒന്ന് കേട്ട് നോക്കാം. ലോഹിയെ കേൾക്കാൻ പറഞ്ഞു. ലോഹിയുണ്ട് BTHൽ, ഞാൻ പോയി കഥ കേൾക്കാൻ പോകണം. അവിടെ ഇരുന്നിട്ട് കഥ പറയുമ്പോൾ ലോഹിക്കാണേലും ടെൻഷൻ, കാരണം ലോഹിയുടെ ആദ്യത്തെ ഒരു സിനിമ. എനിക്കും ടെൻഷൻ, കാരണം ഇത് നല്ലതാണേലേ നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ, മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ പറയുകയും വേണം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്തം എൻ്റെ തലയിലേക്ക് വരും. ഞാൻ ഈ സബ്ജക്റ്റ് കേൾക്കാനായിട്ട് വളരെ മടിച്ചിട്ടെന്ന് പറയുന്ന പോലെ എന്നാൽ കേൾക്കാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് ഈ സബ്ജക്റ്റ് കേൾക്കുക. സബ്ജക്റ്റ് കേട്ടിട്ട് ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സന്തോഷമായി, ഇനി എനിക്ക് ബാക്കി കേൾക്കണമെന്നില്ല. ഇത്ര ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾക്ക് ബാക്കി കൂടെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് കൊതി തോന്നുന്ന, അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ്, ഗംഭീരമാണ് ഈ പടം. സാമ്പത്തിക ലാഭത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഒരു സിനിമ എടുത്തു എന്നുള്ളൊരു സംതൃപ്തി സിബിക്കും എഴുതിയെന്നുള്ള സംതൃപ്തി ലോഹിതദാസിന് എല്ലാ കാലത്തും ഉണ്ടാകും. ഗംഭീരമായിരിക്കും പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സിബി എന്തൊക്കെ പറഞ്ഞു, അശോക് പറഞ്ഞ എനിക്കൊരു വലിയൊരു പ്രോത്സാഹനമല്ല, ഒരു വലിയൊരു ലോഹിയാണ് പറഞ്ഞത്, അല്ല അത് സിബിയാണ് പറഞ്ഞത്. എനിക്കൊരു വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. അതിന് സന്തോഷമായിട്ട് എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഈ പടം വന്ന് ഓടി കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയ പ്രദർശന വിജയം, കൊമേഴ്സ്യൽ, പക്ഷേ നല്ല ചിത്രം ഖ്യാതി കിട്ടി, നല്ല ചിത്രം എന്നുള്ള ഖ്യാതി വളരെയധികം കിട്ടി. കൊമേഴ്സ്യലി അത്ര വലിയ സക്സസ് ആയിരുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ ഞങ്ങൾ മിക്കവാറും കാണുകയും പല കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ വളരെ സ്വകാര്യ സംഭാഷണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിങ്ങനെ സംസാരിക്കുമ്പോൾ, അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങൾ പല വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അടൂരിൻ്റെയൊക്കെ പറഞ്ഞു, അശോക് ചെയ്ത ആ പടം ഉണ്ടല്ലോ, പരസ്യം ചെയ്ത പടം ഞാനത് കണ്ടുപെട്ടു. ഏതാ സാർ? തനിയാവർത്തനം. ഗംഭീര പടമാണ് കേട്ടോ. അത് സിബിയായിട്ട് പരിചയം കാണുമല്ലോ, സിബിയോടൊന്ന് പറയണം, എനിക്ക് നമ്പർ അറിയില്ല, ഞമ്മളെ നമ്പർ തരാം. ഇല്ല അശോക് പറഞ്ഞാൽ മതി, ഞാൻ നേരിട്ട് കാണും, എപ്പോഴേക്കും കാണുമ്പോൾ ഞാൻ പറഞ്ഞോളാം. സിബിയോട് പ്രത്യേകം പറയണം. ഗംഭീര വർക്കായിരുന്നു. ആ സ്റ്റാൻഡേർഡ് കളയാതെ ബാക്കിയുള്ള വർക്കുകൾ ഇനി വരുന്ന കാലത്തുള്ള സിനിമകൾ ചെയ്യണം എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പറഞ്ഞു വിട്ടു. ഞാനത് സിബിയോട് പറഞ്ഞപ്പോൾ സിബി വളരെ 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 സന്തോഷമായി. സിബി പറയുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നാണ്. അടൂർ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ വലിയൊരു അവാർഡാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് ഒരു അനുഭവമാണ്. പിന്നെ സിബിയുടെ ആണെങ്കിൽ ഒത്തിരി പടങ്ങൾ, ഇപ്പൊ ആക്ഷൻ സ്വഭാവമുള്ള പടങ്ങൾ, ഇപ്പൊ ഓഗസ്റ്റ് 1 പോലെ വളരെ നല്ല ചിത്രം, പിന്നെ മ്യൂസിക്കലായിട്ടുള്ള പടങ്ങൾ, ഇത് സമ്മറിൻ ബത്ലഹേം, ദേവദൂതൻ പടങ്ങള്, അങ്ങനെ ഒത്തിരി. നമ്മുടെ മോഹൻലാല്, ഷാജി കൈലാസ് നിർമ്മിച്ച ഒരു സിനിമ ഉണ്ടല്ലോ, മോഹൻലാൽ അഭിനയിച്ച ഉസ്താദ്, അത് ആക്ഷൻ പടമായിരുന്നു. അങ്ങനെ ഒത്തിരി അദ്ദേഹത്തിന് എല്ലാം വഴങ്ങുന്നുണ്ട്. പിന്നെ സദയം എന്ന ലാലിനെ സബ്ജക്ട് അത് അസാമാന്യ പെർഫോമൻസ് ആയിരുന്നു. ലാല് ഏറ്റവും നന്നായിട്ട്. കിരീടം എന്റെ അമ്മ അത് നമ്മൾ വിട്ടുപോയി പറയാം. കിരീടത്തിന്റെ സെക്കൻഡ് പാർട്ട്, കിരീടമൊക്കെ എനിക്ക് വന്ന ഞാൻ ചെയ്തതിൽ വളരെ നന്നായിട്ട് ഓടിയ പടം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് സാർ, കിരീടത്തിന്റെ ആ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ടാണ് സാർ അതിന്റെ പരസ്യം ലൈൻ ഇട്ടിട്ട് ചെയ്തത്. അതെന്റെ പ്രീ ഡിഗ്രി കാലമാണ് കിരീടം ഇറങ്ങുന്നത്. ഞാൻ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ആ ഫസ്റ്റ് ഡേ കണ്ടിട്ട് തന്നെ. സെക്കൻഡ് ഫിലിമായിട്ട് സിബി ചെയ്തത് ചേക്കേറാൻ ഒരു ചില്ല എന്ന് പറഞ്ഞ ശങ്കറാണ്, നടൻ ശങ്കർ പ്രൊഡ്യൂസർ. ആ പടം നല്ല കുറച്ച് കൊമേഴ്സ്യലി എ ക്ലാസ്സുകളുടെ അന്ന് ഓടുകയില്ലാതെ, പക്ഷെ ബി ക്ലാസ്സിലും സി ക്ലാസ്സിലും ഓടുന്ന പല പടങ്ങളും ഉണ്ട്. ആട്ടക്കലാശം പോലുള്ള പടങ്ങളൊക്കെ ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നൊരു പടമാണ്. അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞു, ഈ പടം
എയർ സെൻറ്ററിൽ കാര്യമായിട്ട് ഓട്ടം കിട്ടില്ല. പക്ഷേ B&C നിങ്ങളത് ശരിക്കും പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ B&C C ക്ലാസ് തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടും. അത് വിട്ടുകളയല്ലേ എന്ന് പറഞ്ഞു. സിബി മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ ശങ്കർ അതിൻ്റെ ഒരു മണ്ടത്തരം കാണിച്ചു. പ്രൊഡ്യൂസർ ശങ്കർ അത് നിസാര എന്തോ ഒരു ലാഭം എടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു 14.5 ലക്ഷം രൂപ 50,000 രൂപ ലാഭം എടുത്തുകൊണ്ട് സാജി മൂവീസ് ആയിരുന്നു എൻ്റെ സാജികാർക്ക് അത് വിട്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെ അത് ഭയങ്കരമായിട്ട് ആ പടം B&C ക്ലാസ്സുകളിൽ ഓടി ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ പ്രയോജനം പ്രൊഡ്യൂസർക്ക് കിട്ടാതെ പോയി. അപ്പോൾ സാർ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ സിബി മലയിലിനെ ഓർക്കുമ്പോൾ അദ്ദേഹം എന്ന സംവിധായകനിലെ അദ്ദേഹം ഒരു കൊമേഴ്സ്യൽ സിനിമകളുടെ സംവിധായകനാണോ അതോ മധ്യവർത്തി സിനിമകളുടെ സംവിധായകനാണോ? ഇത് രണ്ടും ഒന്ന് താരതമ്യപ്പെടുത്തി പറഞ്ഞു. മധ്യവർത്തി എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നതിനോട് എനിക്ക് വലിയ ഒന്നുമില്ല. കാരണം നമ്മൾ എന്ത് സിനിമ എടുത്തു കഴിഞ്ഞാൽ പൈസ മുടക്കിയോ. ഇപ്പം നമ്മൾ KG ജോർജിനെ പറയും. KG ജോർജിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ, നിരവധി ചിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് സുഹാസിനി അഭിനയിച്ച ഒരു ചിത്രമുണ്ട്. അതിൽ ഈ ക്യാമറമാനെയും തട്ടിക്കൊണ്ട് ആദാമിൻ്റെ വാരിയല്ലേ, അതൊക്കെ എന്ത് മനോഹരമായി നമ്മൾ സിബി മലയിലിനെ പറയുമ്പോൾ ഒരു വേള KG ജോർജിനെ കൂടെ നമ്മൾ ഓർത്തു പോകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ചിത്രങ്ങളാണ് ഞാൻ പറഞ്ഞത് മധ്യവർത്തി ചിത്രങ്ങളെന്ന് പറയുന്നത്. മധ്യവർത്തി ചിത്രങ്ങളും സിബി മലയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ സാർ? ഈ ഫിലിം സൊസൈറ്റികൾ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ജോൺ എബ്രഹാമിൻ്റെ കാലത്ത് ഫിലിം സൊസൈറ്റികളുടെ സിനിമകളുടെ കാലമുണ്ടായിരുന്നു. ശേഷം പത്മരാജൻ അടങ്ങിയ ഒരു കൂട്ടം പേരടങ്ങി അവർക്ക് ഒരു സംഘം ഉണ്ടായിരുന്ന ആ സംഘത്തിൻ്റെ അവസാനമല്ലേ സാർ സിബി മലയിൽ? KG ജോർജിൻ്റെ ആ സംഘത്തിലെ അവസാനക്കാരനല്ലേ സിബി മലയിൽ? എനിക്ക് അങ്ങനെയാണ് സിബി മലയിലിനെ പറയാൻ പറ്റുന്നില്ല. കാരണം സിബി മലയിൽ കൊമേഴ്സ്യലായിട്ടുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലാതുള്ള പടങ്ങൾ ചെയ്തിട്ട്. ഇപ്പം ആ ലെവലിൽ നോക്കിയാൽ തനിയാവർത്തനം വളരെ ഹിറ്റായിട്ടുള്ളൊരു പടമാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ പോസ്റ്റും അതിൻ്റെ ആ ഒരു കണ്ടന്റും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ട് ഓടിയൊരു പടം തന്നെയാണ് തനിയാവർത്തനം. ബാക്കി അന്നത്തെ കാലത്ത് എല്ലാ പടം 100 ദിവസം ഓടി അല്ലെങ്കിൽ 150 ദിവസം ഓടി എന്ന് പറയുന്നിടത്ത് ഇത് ചിലപ്പോൾ 75 ദിവസം ഓടി കാണുള്ളൂ. അല്ല, കിരീടം പോലും 100 ദിവസം ഇടിച്ചിടിച്ചാണ് പോയത്. നല്ല സിനിമയായിരുന്നു. കിരീടം നന്നായിട്ട് ഓടി. ചെങ്കോൽ അത്ര പോയില്ല. ഞാൻ പറഞ്ഞത് ചെങ്കോലാണ്, അത് ഇടിച്ചിടിച്ചാ പോയത്. അതിന്റെ കണ്ടിന്യൂഷനിൽ എന്തൊക്കെയോ പറ്റിപ്പോയി. ചെങ്കോൽ അത്രയ്ക്ക് അങ്ങ് വിജയിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ പടം നല്ല പടമായിരുന്നു. ഏതായാലും സിബി മലയിലിനെ ഓർക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി താങ്കളായതിൽ വളരെ സന്തോഷം. കാര്യം 20ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം ചെയ്ത 47ലധികം സിനിമകൾ, അതിന് 20ഓളം ചിത്രങ്ങൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് സിബി മലയിൽ എന്ന സംവിധായകനെ അടുത്തറിയാൻ താങ്കൾക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ്. പിന്നെ പുതിയ തലമുറ എങ്ങനെ സിബി മലയിലിനെ അടുത്തറിയുന്ന വെച്ചാൽ സാറ് പറഞ്ഞ പോലെ മുത്താരംകുന്ന് POയിലെ ട്രോളുകളൊക്കെയാണ് അവർക്ക് അവർക്ക് വേറെ പടങ്ങൾ അവർ കാണുന്നുണ്ടോ എന്ന് നമുക്ക് അവരെ അങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയാനും കഴിയും. പടങ്ങൾ വലിയ ഹിറ്റ്. അതെ, ഏതായാലും സിബി മലയിൽ എന്ന സംവിധായകനെ മലയാള സിനിമ ഓർക്കും എന്നും. അദ്ദേഹം ചരിത്രത്തിന്റെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ലിപികളിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാകും. നല്ല സംവിധായകൻ, ഒരു നല്ല കൊമേഴ്സ്യൽ സിനിമ സംവിധായകൻ എന്ന് പറയുന്നത് നല്ല സംവിധായകൻ. എന്തായാലും താങ്കൾ കിട്ടിയതിൽ വളരെ സന്തോഷം. നമ്മളോട് സമയം പങ്കിട്ടതിൽ വളരെ നന്ദി. താങ്ക് യു.